പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇന്ത്യ സഖ്യം. വിദേശ രാജ്യത്ത് പോയി വിശദീകരിക്കും പോലെ രാജ്യത്തെ ജനപ്രതിനിധികളോടും വിഷയങ്ങൾ പറയാൻ സർക്കാർ തയ്യാറാവണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി എംപി സഞ്ജയ് സിംഗും പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ജൂലൈയിലെ വർഷകാല സമ്മേളനത്തിൽ വെച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്തുമെന്ന് നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ട്രംപ് വിളിച്ച് മോദിയോട് നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞെന്നാണ് രാഹുൽ പരിഹസിച്ചത്. ഫോൺ ഉठाया कहा मोदी जी क्या कर रहे हो नरेंद्र सरेंडर और जी हजूर करके नरेंद्र मोदी जी ने ट्रंप के इशारे का पालन किया. അതേസമയം വിദേശത്ത് പോയ സർവകക്ഷി സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. കുവൈറ്റ് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം ബൈജയന്ത് പാണ്ഡെ എംപി വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി മന്ത്രിയുമായി പങ്കുവച്ചു. കനിമൊഴി എംപി നയിച്ച സംഘവും മടങ്ങിയെത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ രേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നേരത്തെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞതിനേക്കാൾ 7 സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് രേഖയിൽ വിശദീകരിക്കുന്നത്. പെഷാവാർ, ജംഗ്, സിന്ധിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ഭവൽനഗർ, അറ്റോക്, ചോർ എന്നിവിടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം സ്ഥിരീകരിച്ചു. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.